5 റെഡ് ഫ്ലാഗ്സ് ഇൻ എ റിലേഷൻഷിപ്പാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമത്തേതെന്ന് പറയുന്നത് വേർഡ്സും ആക്ഷൻസും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ വിളിക്കുന്ന സമയത്ത് ഇപ്പോൾ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞ് വെക്കുന്ന വ്യക്തി 2 ദിവസത്തേക്ക് പൊടി പോലും ഇല്ലെങ്കിൽ അത് ആക്ഷനും വേർഡും തമ്മിൽ മാച്ച് ഇല്ലാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ സഹായിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ട് പിന്നെ ആളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അതും ഒരു സിഗ്നലാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബൗണ്ടറീസിനെ റെസ്പെക്റ്റ് ഇല്ലാതിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോടോ ഗേൾ ഫ്രണ്ടിനോടോ നിങ്ങൾ പറയുകയാണ്, എനിക്ക് ഇച്ചിരി സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്, ഒരു പബ്ലിക് പ്ലേസിൽ കൈപിടിച്ച് നടക്കാനോ അല്ലെങ്കിൽ ഒരു കിസ്സോ ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്ത് അയാൾ നിങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഇതിനു വേണ്ടി നിർബന്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ബൗണ്ടറിനെ അയാൾക്ക് വിലയില്ല എന്നുള്ളതാണ്. ഇത് പയ്യെ പയ്യെ കൂടി പോകത്തേ ഉള്ളൂ. ഇനി മൂന്നാമത്തത് എന്ന് പറയുന്നത് വളരെ സട്ടിലായി, അതായത് തമാശ എന്നുള്ള രൂപേണ നിങ്ങളെ വില കുറച്ച് കാണിക്കുന്ന കമൻസ് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വളരെ വൾണറബിളായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്തതായിരിക്കും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് മാത്രം, പക്ഷേ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ ഇരിക്കുമ്പോഴത്തേക്ക് അതൊരു ജോക്ക് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് തമാശ പോലെ പറഞ്ഞ് എല്ലാവരും ചിരിക്കുകയും നിങ്ങൾക്ക് ഹേർട്ട് ആവുകയും ചെയ്യുന്ന സമയത്ത് അയാൾ നിങ്ങളുടെ നേരെ ഇത്രയും ചെറിയ കാര്യത്തിനൊക്കെ ഹേർട്ട് ആവണോ എന്നുള്ള രീതിക്കാണ് സംസാരിക്കുന്നതെങ്കിൽ അയാൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതിൻ്റെ സൈനാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ സ്പീഡിലായിരിക്കും ഇങ്ങനെയുള്ളവരുടെ കൂടെയുള്ള റിലേഷൻഷിപ്പ് പോവുക. അതായത് ഇന്ന് പ്രപ്പോസ് ചെയ്യുന്നു, നാളെ സിനിമയ്ക്ക് വിളിക്കുന്നു, മറ്റന്നാൾ വീട്ടിലേക്ക് വിളിക്കുന്നു, ഇങ്ങനെ വളരെ സ്പീഡിലാണ് അവർ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതെങ്കിൽ അതും ഒരു റെഡ് ഫ്ലാഗാണ്. ഇനി അഞ്ചാമത്തതും ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇവരുടെ ഭാഗത്ത് നിന്ന് ജെനുവനായിട്ട് നിങ്ങൾക്കൊരു സോറി ഒരിക്കലും കിട്ടുന്നില്ല. അതായത് അവർ ചെയ്ത തെറ്റിന് അവർക്ക് യാതൊരു അക്കൗണ്ടബിലിറ്റിയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പോകെ ഒരു വലിയ ടോക്സിക് റിലേഷൻഷിപ്പ് ആകാനാണ് ചാൻസ് ഉള്ളത്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അവരൊരു തെറ്റ് ചെയ്തു എന്നാണെങ്കിൽ അവർ ചെയ്തൊരു കാര്യം നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോൾ അതിന് യാതൊരു വിലയുമില്ലാതെ നിങ്ങൾ ഓവർ റിയാക്ട് ചെയ്യുകയാണ് എന്നുള്ള രീതിക്കുള്ള സംസാരം, പിന്നെയും അതേ തെറ്റ് റിപ്പീറ്റ് ചെയ്യുക, മാറ്റത്തിന് യാതൊരു സ്കോപ്പും ഇല്ലാതിരിക്കുക എന്നുണ്ടെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗാണ്. ഇതേപോലെ തന്നെ വിത്തിൻ 3 months ഓഫ് റിലേഷൻഷിപ്പ് ഇതുപോലത്തെ സ്വഭാവം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുക. നിങ്ങൾ വേഗം അതൊരു സീരിയസ് റിലേഷൻഷിപ്പ് ആണെന്ന് വെച്ച് ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യരുത്. അയാളെ വാച്ച് ചെയ്യുക, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടിനെ വാച്ച് ചെയ്ത് ഇതേ ക്യാരക്ടേഴ്സ് റിപ്പീറ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് അതിൽ നിന്ന് ചിലപ്പോൾ ക്വിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ലവ് അല്ലെങ്കിൽ ജെനുവിൻ ആയിട്ട് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കില്ല. നിങ്ങൾ ഭയങ്കര സൗണ്ടായിട്ടും സേഫായിട്ടും ഫീൽ ചെയ്യുന്നതാണ് ശരിക്കുള്ള ലവ്. ഒരു ഹോട്ട് കോൾഡ് അതുപോലെയുള്ള റിലേഷൻഷിപ്പാണ് എന്നുള്ളത്. അതായത് ഇന്ന് വിളിക്കും നാളെ വിളിക്കില്ല, കുറച്ച് നാളത്തേക്ക് കൂടി ഉണ്ടാവും, കുറച്ച് നാളത്തേക്ക് കൂടി ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പോകെ നിങ്ങൾക്കൊരു ബേർഡനായി മാറുകയും ഇപ്പോൾ ഈ കാണുന്നത് പോലെയുള്ള സൂയിസൈഡിലേക്കൊക്കെ ചെന്നെത്താനുള്ള ചാൻസ് ഉണ്ട്. ദയവ് ചെയ്ത് അതുവരെ കൊണ്ടെത്തിക്കാതിരിക്കുക. സ്വന്തം ലൈഫ് സ്വയം സേഫ് ഗാർഡ് ചെയ്യുക.